അല്ല ഞാൻ ആരാന്നല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടാണോ സംസാരിക്കുന്നത്? അപ്പോൾ അവിടെ കൂടിയിരുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് മേയറാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ മേയറാണെന്നൊന്നും അദ്ദേഹത്തോട് പറയുന്നില്ല. അതിന് മുമ്പേ തന്നെ ഈ ഓട്ടോ ചേട്ടന്മാർ അവർ പറയുന്നുണ്ട് പാളയം സ്റ്റാൻഡിൽ ഓടുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേയറാണ് MLA ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം എടുത്ത വായി തന്നെ പറയുകയാണ് എനിക്കിതാരായാലും കുഴപ്പമില്ല. എൻ്റെ പോയിന്റ് അതല്ല, മേയറും MLA ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോട് പെരുമാറി എന്നുള്ള ഒരു വിഷയവും ഞങ്ങൾക്കില്ല. ഒരു പബ്ലിക്കിനാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഞങ്ങളെ ഒരു പൗരനായിട്ട് കണ്ടാൽ മതി. ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാ. അതൊക്കെ താൽക്കാലികമായി 5 വർഷത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തുള്ള ചുമതലയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് തരുന്ന ചുമതലയാണ് ഇതൊക്കെ. ഈ ചുമതലയ്ക്ക് ശേഷവും നമുക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ? നമുക്കെല്ലാം ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യരല്ലേ നമ്മളെ സംബന്ധിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ ബഹുമാനിക്കണം, നമ്മൾ നാട്ടിലിറങ്ങി ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണം അങ്ങനെയൊന്നും പറയുന്നവരല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നവരാണ്. അത് ഞങ്ങളങ്ങനെ അസഭ്യം പറയുകയോ അസഭ്യം പറഞ്ഞ് ശീലിച്ചവരോ അല്ല. അത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന അച്ഛനൊന്നും പറഞ്ഞ് ശീലിച്ച് വളർന്നവരൊന്നുമല്ല. അച്ഛനുണ്ട്, എൻ്റെ അച്ഛനും ഒരു കൂലിപ്പണിക്കാരൻ. അദ്ദേഹം പറയുന്ന സാഹചര്യത്തോടെ എല്ലാം വളർന്നു വന്ന ആളാണ് ഞാൻ. അങ്ങനെ സാധാരണമായ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ പറയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം എന്നെ വിളിച്ച് രാത്രി ക്ഷമ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ 2:30 തൊട്ട് വണ്ടി ഓടിച്ചതാണ്, എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അറിയാതെ പെരുമാറിയതാണ്, എനിക്ക് മകനെ കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 8 വയസ്സുള്ള മകനുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 8 മാസമായുള്ള മകളുള്ളതാണ്. ഞാൻ രാവിലെ മുതൽ എൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മകളെ കാണാതെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ മകളെ കാണുന്നത്. അപ്പോൾ അതൊന്നും ഒരു കാരണമില്ല. നമ്മളോട് പെരുമാറുന്നത് വളരെ മോശമായി പെരുമാറിയതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടും മാഡത്തിന് പിന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരൻ, ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണിച്ച ഈ ആക്ഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായി അതിനെ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളതിൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുമായി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ അതവിടെ പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അല്ല, ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ പിന്നെ വീഡിയോകൾ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കവർ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെ, അപ്പോൾ വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ എടുത്തു നോക്കാനുള്ളൊരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ അത് വീഡിയോയിൽ പരിശോധിക്കുമ്പോൾ അത് വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് അത് പോലീസിന് കൈമാറാൻ തയ്യാറായത്. അതെ, അല്ല അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്ന ശരിയല്ല. അതാ ഞാൻ പറഞ്ഞത്, അത്തരം ഈ വിഷയത്തിന് ശേഷം പല ആളുകളും നമ്മളെ വിളിച്ച് അത്തരം വിഷയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. കാരണം അതിൽ തെളിവില്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അപവാദമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ സ്വതന്ത്രമായി ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്ന വിവരങ്ങളാണല്ലോ ഇതൊക്കെ. അല്ല, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ചോദിക്കേണ്ടത് ചോദിക്കുക. അദ്ദേഹം താൽക്കാലിക ഡ്രൈവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം അങ്ങനെ ഒരു കാർഡ് ഇറക്കിയതല്ല. ഞാൻ പരാതി കൊടുത്ത ആദ്യഘട്ടം തന്നെ ഞാൻ മിനിസ്റ്ററെ വിളിച്ചത് ഇദ്ദേഹം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ മിനിസ്റ്ററെ വിളിക്കുകയാണ്. ഞാൻ മിനിസ്റ്ററോടും പോലീസിനോടും പറഞ്ഞത് അദ്ദേഹം അസഭ്യമായ രീതിയിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊരു ആക്ഷൻ കാണിച്ചു എന്ന് തന്നെയാണ്. വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആദ്യമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതാണ്, അല്ലാതെ അവസാനം ഇറക്കിയതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പരാതി കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് സ്റ്റേഷനുമായി പരിശോധിക്കാം. എൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സമയവും അതുപോലെ തന്നെ സംഭവവും നടന്നതും ഉൾപ്പെടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അസഭ്യ രീതിയിൽ എന്നോട് ആംഗ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. അത് അവസാനത്തെ ഒരു സ്ത്രീ അതാണ് സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. കാരണം ഈ വിഷയം മറ്റു രീതിയിൽ തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഒരു വാദം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ സ്ത്രീകളോടുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വരുന്ന ആളുകളുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസമായി ഇത് മാറുകയാണ്. ഇത് അവസാനം ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താനോ ഞങ്ങളുടെ ഇമേജ് കാത്ത് രക്ഷിക്കാനോ വേണ്ടി പറയുന്നൊരു വിഷയമൊന്നുമില്ല. ദയവായി നിങ്ങൾ അങ്ങനെ എടുക്കരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയാണുള്ളത്, ദയവായി അങ്ങനെ എടുക്കരുത്. ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ സഹോദരൻ്റെ ഭാര്യ അത് വിഷയം നിങ്ങളോട് പറയണമെങ്കിൽ, അവരെന്താണ് കണ്ടതെന്ന് നിങ്ങളോട് പറയണമെങ്കിൽ അതിനും തയ്യാറാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ തയ്യാറാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു വിഷയമാണെന്നേ.
അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് വലിയ വിഷമമുണ്ട്, വലിയ പ്രയാസമുണ്ട്. ഒരു സ്ത്രീയോട്, 2 സ്ത്രീകളോട് ഇങ്ങനെ ഒരു അസഭ്യം കാണിച്ചിട്ട് അദ്ദേഹം പറയാണ് സൈഡ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നോട് ഈഗോ. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരായ, ഞങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവറിനോട് എനിക്ക് ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത്? ഞാനതാ പറഞ്ഞു, ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നവരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, ഒരു തൊഴിലാളിയോട്, ഞങ്ങളൊക്കെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ആളുകൾ, ഒരു തൊഴിലാളിയോട് ഒരു വൈരാഗ്യം തോന്നേണ്ട, ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത്? മാനസികമായി പ്രയാസമുണ്ട് അതങ്ങനെ പറയുമ്പോൾ. കാരണം 2 സ്ത്രീകളെ നോക്കി ഒരാൾ അസഭ്യം കാണിക്കുമ്പോൾ അത് ഞാൻ റിട്ടേണായി എൻ്റെ പരാതിയിൽ അന്ന് രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു വിവാഹമായതുകൊണ്ട് എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അന്ന് രാത്രി തന്നെ റിട്ടേണായി 12 മണിക്ക് മുൻപ് ഞാൻ പോലീസിന് ആ കേസ് എൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഞങ്ങളോട് അസഭ്യം കാണിച്ചു, അതിനാണ് ഞങ്ങളുടെ പരാതി. ഇത് സൈഡ് തരാത്ത പ്രശ്നമോ ഹോൺ അടിച്ച പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമല്ല. ഒരു സ്ത്രീയോട് അസഭ്യം കാണിച്ചു, 2 സ്ത്രീകളോട് അസഭ്യം കാണിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കൺസേൺ ഉള്ള വിഷയം തന്നെയാണ്.